ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടധികം തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ തട്ടിപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മാപ്പ് അർഹിക്കാത്ത ഒരു തട്ടിപ്പാണ് ഈ ചാരിറ്റീൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, മുഹമ്മദ് റയാൻ എന്നാണ് അവൻ്റെ പേര്. ഓക്കെ, അപ്പം ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം അഭ്യർത്ഥിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പെർട്ടിക്കുലർ കുട്ടീൻ്റെയും ആ കുട്ടീൻ്റെ ഉമ്മാൻ്റെയും ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്, അതായത് അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ട്, അതായത് നിങ്ങൾക്കറിയാലോ ഓരോ മെഡിക്കൽ കാര്യം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ചിലവാണ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ ഒരു കുട്ടി രക്ഷപ്പെടണമെങ്കിൽ ഒരുപാടധികം പണച്ചെലവ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം അതിന് ഒരു സഹായകരമായിക്കോട്ടെ വെച്ചിട്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അത് ഒരുപാട് പേര് കാണുകയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെൽപ്പ് ആ ഒരു കുടുംബത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ആ ഒരു വീഡിയോ പ്രചരിച്ച് വെച്ചാൽ, ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഉമ്മാനും കുട്ടീനും കാണിച്ചിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി. 7 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയ്യാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ. 6 മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാ. അപ്പൊ ഗൈസ്, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടല്ലോ, പെർട്ടിക്കുലർ വീഡിയോ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായം, ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു സഹായം നൽകാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ അയാളുടെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ആ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് രക്ഷപ്പെടുന്ന ഉള്ളൊരു ചിന്തയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് വീണ്ടും ആ ഒരു വീഡിയോ പ്രചരിച്ചു തുടങ്ങുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ QR കോഡ് നിങ്ങൾ കണ്ടല്ലോ, ആ QR കോഡ് ചേഞ്ച് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ അവരുടെ അവരുടെ ബാങ്ക് അക്കൗണ്ട് QR കോഡും പോസ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ് മാറ്റിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വേറെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റ് തന്നെ ഇന്ന് എന്തുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അവരാണ് ഇത്തരത്തിൽ ഈ വീഡിയോ വീണ്ടും പ്രചരിച്ചു തുടങ്ങുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാരെന്താ വിചാരിക്കുക, ഈ ഒരു കുട്ടിക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗൂഗിൾ പേയോ കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെയ്തു. ഓക്കെ, പക്ഷെ പൈസ എവിടെയാണ് പോവുക? ഈ ഇത്തരത്തിലുള്ള റാക്കറ്റുകളുടെ കയ്യിലേക്കാണ് പൈസ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി, മുഹമ്മദ് റയാൻ എന്ന് പറഞ്ഞ കുട്ടി ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ക്യാൻസറും കാര്യങ്ങളൊക്കെ, ബ്ലഡ് ക്യാൻസർ ആയിട്ട്. ഓക്കെ, നിർഭാഗ്യവശാൽ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ ഇന്നും ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ വെച്ചിട്ട് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ പണത്തട്ടിപ്പിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്തരത്തിൽ ചാരിറ്റീൻ്റെ പേരിൽ നമ്മളെ പൈസ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദുഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പം ഈ അടുത്തിടെ വന്ന വയനാട് ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മുൻകൈ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സമയത്താണ്
ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ള ഒരു ന്യൂസ് വരുന്നത്. അതായത് നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇതുപോലെ കുറേ വീഡിയോ അറിഞ്ഞിരുന്നു, സഹായിക്കണം, QR കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു വയനാട്ടിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ പോവുകയാണ്, അപ്പം ഇതിലേക്ക് നിങ്ങളെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വാർത്ത വന്നത്, ഇത്തരത്തിൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവിടെയും തട്ടിപ്പാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ചാരിറ്റീൻ്റെ പേരിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം ദുഷ്കരമായിട്ടുള്ള ഒരു മനസ്സായിരിക്കണം അവരുത് എന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് സഹായം കിട്ടുന്ന ഒരു കാര്യത്തിനാണ് ഇവർ തനിക്ക് അധ്വാനിക്കാതെ പൈസ കിട്ടാനുള്ള ഒരു മാർഗമാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പം അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ട്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഫിറോസ് എന്നുള്ള വ്യക്തിയോട് പിന്നെ ചോദ്യം ഉയർത്തുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഫിറോസ് എന്ത് മറുപടിയാണ് നമ്മുടെ ഈ ഒരു കാര്യത്തിന് കൊടുത്തതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോന്റെ പ്രശ്നമല്ല, മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ. നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റിയ ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെതിരെ, അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വരെ ആയിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു. പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം, അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അവരുടെ ഒരു നമ്മുടെ ഈ റയാന്റെ മാത്രം വീഡിയോ അല്ല, അവർ ഇതിനു മുന്നും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന പെർട്ടിക്കുലർ കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കും, എന്നിട്ട് അതിലേക്ക് ആ ഒരു കുടുംബത്തിന് അവർക്ക് വേണ്ട ഒരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ വീഡിയോ പിൻവലിക്കുകയാണ് ചെയ്യുക. ഓക്കെ, പക്ഷെ മറ്റുള്ളവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള റാക്കറ്റും കാര്യങ്ങളൊക്കെ ലോബി എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, പ്രചരിപ്പിക്കും. അതിലൂടെ അവരെന്ത് ചെയ്യും, പൈസ കണ്ടെത്തും. ഓക്കെ, അപ്പം ഇത്രയും ദുഷ്ട ചിന്താഗതിയായിട്ടുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇനി ഇതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ കണ്ണുപൂട്ടിയിട്ട് ആർക്കും അയച്ചു കൊടുക്കാതിരിക്കുക. അതായത് ഉറപ്പാക്കിയിട്ട് ആ ഒരു കുടുംബത്തിന് ഈ ഒരു സഹായം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ഇത്തരത്തിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മളിപ്പം ഇവിടെ ഒരു ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്രത്തോളം ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓരോ അസുഖവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ എന്താ പറയാ അഴിമതി കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ലോബികളെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തുക തന്നെ വേണം, അതിനെതിരെ നല്ല ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു നിയമം, അതായത് ഇത്തരത്തിലുള്ള ഒരു നിയമം നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഇനിയെങ്കിലും ഇത്തരത്തിലെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗൂഗിൾ പേ വഴി ഇത്തരത്തിൽ ചാരിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കുക. ഇത്തരത്തിലുള്ള ലോബികളുടെ കയ്യിൽ നമ്മുടെ പണം എത്താതിരിക്കട്ടെ. നമ്മുടെ പണം എന്നും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം എല്ലാവരും ഇനി പണം അയക്കുമ്പം ജാഗ്രത പുലർത്തുക.